2026 ജനുവരി 25-നാണ് രഥസപ്തമി. സൂര്യദേവൻ്റെ ജയന്തിയായിട്ട് പറയപ്പെടുന്നു. പിന്നെ സൂര്യൻ ഉത്തരായനത്തിലേക്ക് മാറി സഞ്ചരിക്കുന്നതിൻ്റെ ദിവസവുമായിട്ട് പറയപ്പെടുന്നു. എന്തായാലും സൂര്യനെ പറ്റിയുള്ള ദിവസമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സൂര്യപ്രീതിക്കായിട്ട് ആദ്യം തന്നെ അരുണോദയത്തിൽ തന്നെ എഴുന്നേൽക്കുക. സൂര്യപ്രകാശത്തിന് ശകലം മുമ്പാണ് അരുണോദയം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് ആദ്യം തന്നെ സ്നാനം, അത് വളരെ പ്രധാനമാണ്. അതിനുശേഷം നമ്മൾ അപ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കും. ആ സൂര്യദേവനെ നോക്കി നമ്മൾക്ക് തൊഴുക. എന്നിട്ട് നാമം ജപിക്കുക. സൂര്യനാമങ്ങൾ നമുക്ക് ആദിത്യ ഹൃദയം അറിയാമെങ്കിൽ അത് ജപിക്കുക. ഇല്ലെങ്കിൽ സൂര്യാഷ്ടകം അറിയാമെങ്കിൽ അത് ഗായത്രി മന്ത്രമാണെങ്കിൽ അത് ജപിക്കാം. ഇനി ഒന്നും അറിയാൻ മേലെങ്കിലും നമുക്കറിയാലോ ആദിത്യായ നമ, അല്ലെങ്കിൽ സൂര്യായ നമ, സൂര്യദേവായ നമ എന്നുള്ള സൂര്യൻ്റെ നാമങ്ങളൊക്കെ നമുക്ക് ജപിക്കാം. ഈ ആദിത്യ ഹൃദയം നമുക്കറിയാമല്ലോ, രാവണവധത്തിനായിട്ട് അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുത്ത മന്ത്രമാണിത്. സന്താപനാശകരായ നമോ നമ എന്ന് തുടങ്ങുന്ന ആ മന്ത്രം അവസാനം പറയുന്നത് എന്താ? ഇത്തം ആദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരെന്നാണ്. എന്ന് തന്നെയല്ല, എന്തിനും ഈ ആദിത്യൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ഇത്രയും നമ്മളെ സഹായിക്കുന്ന വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സൂര്യദേവനെ പ്രാർത്ഥിക്കണം. പിന്നെ നമുക്കറിയാമല്ലോ, സൂര്യനെ ഭജിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂര്യരശ്മി ഏറ്റ് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം നമുക്കറിയാമല്ലോ. നമ്മളുടെ രോഗങ്ങളൊക്കെ മാറും. പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ, അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ മാറും. പിന്നെ സൂര്യപ്രകാശം നമ്മളുടെ ശരീരത്തിലേറ്റാൽ നമുക്കറിയാമല്ലോ, വിറ്റാമിൻ ഡി എപ്പോഴും നമ്മൾ തമാശയായിട്ട് പറയില്ലേ, കുറേ വിറ്റാമിൻ ഡി വേണമെന്നൊക്കെ. അതൊക്കെ നമുക്ക് ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഈ ലോകാനുഗ്രഹത്തിനായിട്ട് ഇതുപോലെയുള്ള ആ ഒരു ദേവനെ നമ്മൾ പൂജിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാവരും അത് പ്രത്യേകിച്ച് നാളെ ഒരു വേറൊരു കാര്യം കൊണ്ടില്ല. നാളെ സൺഡേ ആണ്, സൂര്യ ദിവസമാണ്, ഞായറാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനെ പൂജിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരാനായിട്ട്, നമുക്ക് ആരോഗ്യം തരാനായിട്ട് എല്ലാം പ്രാർത്ഥിക്കുക. നമ്മളുടെ എല്ലാവരുടെയും ജീവിതം ആയുരാരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ.